നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഗണേഷ് കുമാറിൻ കൊണ്ടുവന്ന ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾ ഇനി നടക്കില്ല. അതിനും CPM പാരവെച്ചു കഴിഞ്ഞു. അഴിമതിരഹിത ലൈസൻസ് ആയിരുന്നു ഗണേഷിന്റെ ലക്ഷ്യം. ഇതിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നോ എന്ന് പറഞ്ഞത്. CITU ആണ് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുകളുടെ രക്ഷകരായി മാറിയതെന്നാണ് റിപ്പോർട്ട്. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എളമരം കരീം, ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് KK ദിവാകരൻ എന്നിവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പരിഷ്കാരങ്ങൾ നിർത്തിവെക്കുവാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളോട് ഗണേഷ് കുമാർ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ഇനി നിർണായകം. നേരത്തെ ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട KSRTCയിലെ നയപരമായ തീരുമാനം എടുക്കുവാനും മുഖ്യമന്ത്രിയുടെ എതിർപ്പ് മൂലം ഗണേഷിന് കഴിഞ്ഞിരുന്നില്ല. മന്ത്രിയായി മാസങ്ങൾക്കുള്ളിൽ തന്നെ ഗണേഷിന്റെ നിർണായകമായ 2 നീക്കങ്ങൾക്കാണ് മുഖ്യമന്ത്രി കൂച്ചുവിലങ്ങിടുന്നത്. ഹീറോ ആകാൻ ആരെയും അനുവദിക്കില്ല എന്ന സന്ദേശം കൂടി ഈ ഇടപെടലിലൂടെ നമുക്ക് മനസ്സിലാക്കാം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകളുമായി ചർച്ച നടത്തി തീരുമാനമെടുത്താൽ മതിയെന്നും നിർദ്ദേശിച്ചു കഴിഞ്ഞു. അതായത് മെയ് 1 തീരുമാനം നടക്കില്ല എന്നർത്ഥം. ഒരു ഓഫീസിൽ 30 പേരെ ടെസ്റ്റിൽ പങ്കെടുപ്പിച്ചാൽ മതിയെന്ന നിർദ്ദേശം മെയ് 1 മുതൽ നടപ്പാക്കാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ 7 മന്ത്രി വിളിച്ച യോഗത്തിൽ പിറ്റേന്ന് തന്നെ 50 പേരെ ടെസ്റ്റിൽ പങ്കെടുക്കുന്ന തീരുമാനം നടപ്പാക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ ഇതും നടപ്പിലായില്ല. നേരത്തെ സമയം അനുവദിച്ചെത്തിയവരുടെ പ്രതിഷേധമായിരുന്നു ഇതിനുള്ള കാരണം. ഈ പ്രതിഷേധത്തെ തുടർന്ന് ഗണേഷ് കുമാർ തീരുമാനം പിൻവലിച്ചു. എന്നാൽ മെയ് 1 പുതിയ നിർദ്ദേശം നടപ്പാക്കുമെന്നും അറിയിച്ചു. ഇതിനിടെ 30 എന്നത് 50 ആക്കുകയും ചെയ്തു. എല്ലാ ഓഫീസിലും 50 എന്ന ക്രമീകരണം സോഫ്റ്റ്വെയറിൽ കൊണ്ടുവന്നു. മെയ് 1 മുതൽ നടപ്പാക്കാനുള്ള ഉത്തരവും കഴിഞ്ഞ ദിവസം ഇറക്കി. ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഒരു പണി കൊടുക്കാൻ KSRTC 22 ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങുവാനും തീരുമാനിച്ചിരുന്നു. ഇതെല്ലാം മുഖ്യമന്ത്രി തടഞ്ഞുവെന്നാണ് സൂചന. ഇതോടെ ഗതാഗത മന്ത്രി തീർത്തും നിരാശനാകും എന്ന് മനസ്സിലാക്കാം. KSRTCയിലെ പരിഷ്കാരങ്ങളും പൂർണ്ണ അളവിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ ഗണേഷിന് കഴിയുന്നില്ല. ഇതിനൊപ്പമാണ് ഗതാഗത വകുപ്പിൽ അഴിമതി കുറയ്ക്കുവാനും ഇതിനൊപ്പം ഡ്രൈവിംഗ് അറിയുന്നവർക്ക് ലൈസൻസ് കൊടുക്കുവാനുമായി കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും. മുഖ്യമന്ത്രി തടഞ്ഞത് വലിയ നിരാശയാണ് അദ്ദേഹത്തിനുണ്ടാക്കിയത്. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ലേണേഴ്സ് പരീക്ഷയിൽ സമഗ്രമായ മാറ്റം വരുത്തുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു. പരീക്ഷാ രീതിയിൽ മാറ്റമുണ്ടാകും. നേരത്തെ 20 ചോദ്യങ്ങളിൽ 12 എണ്ണത്തിന് ശരിയുത്തരം എഴുതിയാൽ ലേണിംഗ് പരീക്ഷ പാസ്സാകുമായിരുന്നു. ഇനി ചോദ്യങ്ങളുടെ എണ്ണം 20-ൽ നിന്ന് 30 ഉയർത്തും. 30 ചോദ്യങ്ങളിൽ 25 എണ്ണത്തിനും ശരിയുത്തരം എഴുതിയാൽ മാത്രമേ ലേണേഴ്സ് പരീക്ഷ പാസ്സാകുമെന്നും മന്ത്രി വിശദമാക്കിയിരുന്നു. ഒരു ദിവസം ഓഫീസിൽ നിന്നും 20-ലധികം ലൈസൻസുകൾ അനുവദിക്കരുതെന്നും തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം വ്യക്തമാക്കി ഉത്തരവ് ഉടൻ പുറപ്പെടുവിപ്പിക്കുമെന്നും പറഞ്ഞിരുന്നു. വാഹനം ഓടിക്കുക എന്നതല്ല, വാഹനം കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ശുപാർശ കൊണ്ടുവന്നാൽ ലൈസൻസ് നൽകില്ല. ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനത്തിലും മാറ്റം വരുത്തുമെന്നും എല്ലാം ക്യാമറയിൽ പകർത്തണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ലൈസൻസിനായുള്ള പ്രായോഗിക പരീക്ഷയിൽ H മാത്രം എടുത്തിട്ട് കാര്യമില്ല. വണ്ടി റിവേഴ്സ് എടുക്കണം, പാർക്ക് ചെയ്യണം, റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്ത് കാണിക്കണമെന്നും മന്ത്രി പറഞ്ഞു. അങ്ങനെ ക്രിയാത്മകമായ പരിഷ്കാരങ്ങൾ തന്നെയായിരുന്നു മന്ത്രി മുൻപോട്ട് വെച്ചത്. ഇതിനൊപ്പമാണ് ഡ്രൈവിംഗ് സ്കൂൾ ലോബിയെ തകർക്കുവാനായി KSRTCയെ കൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുവാനും ആലോചന ഇട്ടത്. ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കും. അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ത്രീകളോട് മോശമായി ഉദ്യോഗസ്ഥർ പെരുമാറുന്നുവെന്ന പരാതിയെ തുടർന്നായിരുന്നു നടപടി. വ്യാപകമായ ലൈസൻസ് കൊടുക്കുന്നവർ ആ സ്ഥാനത്തുണ്ടാകില്ല. തെറ്റുവരുത്തിയാൽ ലൈസൻസ് കിട്ടില്ല. കേരളത്തിലെ ലൈസൻസിന് അന്തസ്സുണ്ടാകും. ഇത് മനുഷ്യജീവിതത്തിന്റെ പ്രശ്നമാണ് എന്നെല്ലാം മന്ത്രി പറഞ്ഞിരുന്നു. പലർക്കും ലൈസൻസ് ഉണ്ട്, പക്ഷേ ജീവിതത്തിൽ ഓടിക്കാൻ അറിയില്ല. പലർക്കും പാർക്ക് ചെയ്യാൻ അറിയില്ല. എല്ലാ കാര്യങ്ങളും വിജയിച്ചാൽ മാത്രമേ ലൈസൻസ് അനുവദിക്കുമെന്നും ലൈസൻസ് നേരിട്ട് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വിശദീകരിച്ചിരുന്നു. ഇതെല്ലാം ഇനി നടക്കുമോ എന്നതാണ് ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം.